ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അയാൾ തൻ്റെ സമ്പാദ്യമെല്ലാം ഒരു ചാക്കിൽ കെട്ടി നിറച്ച് ഓജോയുടെ അടുത്ത് എത്തുവാണ്. എന്നിട്ട് ഇത് ഓജോയുടെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, കാര്യം എനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, പക്ഷേ ഒരു കാര്യം മാത്രമില്ല, ഒരു സമാധാനമില്ല ജീവിതത്തിൽ. ഓജോ ചോദിച്ചു, ഈ ചാക്കിൽ എന്താണെന്നാണ് പറഞ്ഞത്? അയാൾ പറഞ്ഞു, ഇതെൻ്റെ സമ്പാദ്യം മുഴുവൻ ഇതിലുണ്ട്. പെട്ടെന്ന് ഈ ഓജോ ഈ ചാക്ക് കെട്ടുമായിട്ട് അങ്ങ് ഓടിക്കളഞ്ഞു. ഇയാളാകെ വേർത്തുപോയി. എന്ത് പരിപാടിയാണ്, സമാധാനം അന്വേഷിച്ച് ഞാൻ വന്നതാണ്, ഇയാൾ എൻ്റെ പണവും കൂടി കൊണ്ട് ഉള്ള സമാധാനം കൂടി കളഞ്ഞല്ലോ എന്ന്. അങ്ങനെ ഇയാൾ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ആ ഓജോ നടന്ന് തിരിച്ചു വരുന്നു. ഇയാൾ ഓടിച്ച് നോക്കിയപ്പോൾ ചാക്കുകെട്ട് കയ്യിലുണ്ട്, പണമെല്ലാം ഉണ്ട്. ഓജോ ഈ ചാക്കുകെട്ട് മുഴുവൻ ഇയാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, സോറി, ക്ഷമിക്കണം. ഇയാൾ പറഞ്ഞു, എന്ത് പരിപാടിയാണ്, ഞാൻ ആകെ വേർത്തു പോയല്ലോ, എൻ്റെ ഉള്ള സമാധാനം കൂടി പോയി. ഇയാൾ ആ ചാക്കുകെട്ടിലെ പണമെല്ലാം എണ്ണി നോക്കിയിട്ട് പറഞ്ഞു, മൊത്തം ഉണ്ട്, സമാധാനമായി. ഓജോ ചോദിച്ചു, ഇയാൾ നേരത്തെ എന്തോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നില്ല, അതെന്താണ്? സമാധാനം. ഇപ്പം എന്തോ ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? അത് സമാധാനം. എന്നിട്ട് ഇയാളോട് ഓജോ പറയാണ്, ഈ സമാധാനം എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ എന്തോ പുറത്തുനിന്നും കിട്ടേണ്ട ഒരു സാധനത്തിൻ്റെ പേരല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, നമ്മൾ കണ്ടെത്തേണ്ടതാണ് സമാധാനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്നുള്ളത്. സമാധാനം എന്ന് പറഞ്ഞ ഈശോ തന്നെയാണ്. ഈ ലോകം തരുന്ന സമാധാനം അല്പനേരത്തേക്കുള്ള ഒരു ആശ്വാസമാണ്. എന്നാൽ ഈശോ തരുന്ന സമാധാനം അത് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ സമാധാനത്തെ, ആ ദൈവത്തെ കണ്ടെത്താൻ പറ്റാത്തതാണ് നമ്മുടെയൊക്കെ സങ്കടത്തിൻ്റെ കാരണം.